അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അങ്ങനെ നമ്മുടെ ബഹുമാനത്തിൽ പെട്ടുപോയ ചേക്കുട്ടി പാപ്പ പറയുന്നത് കേട്ടു നോക്കി. പണ്ടേ ആ കൂട്ടരെ പറ്റി ശംസുൽ ഉലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഇ.കെ. ഉസ്താദ് അവറുകൾ പണ്ടേ അവിടുത്തെ വിലായത്തിന്റെ നാവ് കൊണ്ട് ഇ.കെ. പറഞ്ഞു, ഓ സുന്നിയല്ല, ഒരു സുന്നിയല്ല. ഇവന് തട്ടും കോലും മട്ടും തന്നെയുള്ളൂ കേട്ടോ. ഇവന് മതപരമായ വിവരവുമില്ല, അതുപോലെ തന്നെ ചരിത്രപരമായ ഒരു വിവരവുമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രവും അറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ അരീക്കാട് പള്ളി പ്രശ്നത്തെ സംബന്ധിച്ചോ അതും ഇവൻ അറിയില്ല എന്നുള്ളതാണ്. അതൊക്കെ ഒന്ന് കേട്ട് പഠിച്ചു വെച്ചുകൂടെ? ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ സംഭവിച്ചതാണത്. അതാണെങ്കിലും ഇവൻ്റെ വാൽത്തോക്കം ഉണ്ടല്ലോ, ആ തെറിയാശൻ, അവൻ പറയണു കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഇവിടെ ഇത് അരീക്കാടാണല്ലോ, എന്തൊക്കെ ഇൻകിലാബ് നടന്ന സ്ഥലം അത് അറിയാലോ. പഴയകാല കഥകളിലേക്കൊന്നും നമ്മൾ പോകണ്ടല്ലോ. അരീക്കാട് എന്ന് പറയുമ്പോ തന്നെ കുറെ ഇബാറത്തുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരുമല്ലോ. ആ മുക്കി എന്തൊക്കെയോ ഉണ്ട്. നമ്മളിപ്പോ അവിടേക്കൊന്നും കടക്കണില്ല. അല്ല, അങ്ങനെ ആക്കണ്ട. എല്ലായിടത്തും കടിച്ചിപ്പറ്റി ഏതാണെങ്കിലും അസം പൂക്കോട്ടൂരിനും അതുപോലെ ഈ മറ്റേ ഇസ്മായിൽ തോട്ടുമുക്കത്തിനും പഠിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ. ഈ കടക്ക് എൻ്റെ ആത്തർച്ചി നമ്മൾ കലക്കി തരാം. അങ്ങോട്ട് വാ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റായിരുന്ന മർഹൂം കെ അബൂബക്കർ ഹസ്രത്ത് ഉസ്താദ് അവരായിരുന്നല്ലോ ഒരു പക്ഷത്തുണ്ടായിരുന്നത്, ഇപ്പുറത്തോ ശിഷ്യനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവൻ പറയുന്നത് പോലെ ഒരു പുറത്ത് കെ ഉസ്താദാണ് ഉണ്ടായിരുന്നത്, ഒരു പുറത്ത് AP ഉസ്താദാണ് ഉണ്ടായിരുന്നത്. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദും അതുപോലെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദും എന്ത് നിലപാടെടുത്തത്, ആരൊപ്പുണ്ടായത്? ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. കള്ളത്തൊരീക്കത്തുകാരനായ ഇവൻ പറയുന്നത് എന്തെല്ലാം നമ്മൾ കേട്ട് മനസ്സിലാക്കിയേക്കരുത്. അതായത് അരിക്കാട്ട പള്ളിക്ക് വേണ്ടി UAE-യിലുള്ള അബ്ദുള്ള കുലൈബി എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു വക്കീൽ എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ ഏൽപ്പിച്ചു, ഇടയാളെന്നുള്ള നിലയ്ക്ക്. അത് ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഈ കേരളത്തിൽ കൊണ്ടുവന്ന് അത് കൊടുത്തു, അരിക്കാട്ട് കൊടുത്തു. ശേഷമാണ് ചില ആളുകൾ പറയുന്നത് പൈസ കട്ടു, അമുക്കി, ഇതൊക്കെയാണ് ആ പറഞ്ഞതിൻ്റെ വാക്കിനർത്ഥം. ഈ പദപ്രയോഗങ്ങളൊക്കെ ഓം നടത്തിയ അമുക്കി, പിന്നെ അതുപോലെ പല വാക്കുകളും പറഞ്ഞതൊക്കെ മുമ്പ് പല ചളായി വിഭാഗത്തിൻ്റെ ആളുകളും അതിൻ്റെ അപ്പുറം ചില മൂരികളും പിന്നെ അതിനുശേഷം അസം പൂക്കോട്ടൂരും അതിനുശേഷം നമ്മളെ ഇസ്മായിൽ തോട്ടുമുക്കും പറഞ്ഞ അവർ ഛർദ്ദിച്ചതിനെ വീണ്ടും കോരി തിന്നുകയാണ് ആര്? തൊഴിയൂരുകാരൻ കുഞ്ഞമ്മു. അപ്പോൾ ഈ കുഞ്ഞമ്മു പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഇപ്പം യുവജനങ്ങൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല, നമ്മുടെ ചെറിയ 10-25 വയസ്സിൻ്റെ ചോടുള്ള കുട്ടികൾക്ക്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട അബ്ദുള്ള കുലൈബ് UAE-യിൽ കാലിന് സുഖമല്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇനി അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് കണ്ടപ്പോഴാണ് ഇയാളെപ്പറ്റി പറഞ്ഞുകൊണ്ട് AP ഉസ്താദിനെ അവഹേളിക്കാമെന്ന് തീരുമാനം എടുത്തുകൊണ്ട് പറയുന്നത്. അപ്പോഴാണ് എന്ത് ചെയ്തു, അബ്ദുള്ള കുലൈബ് നേരെ ശംസുൽ ഉലമാക്ക് കത്തോതിയിട്ട് പറഞ്ഞു, ഞാൻ ഇത്രേ കൊടുത്തിട്ടുള്ളൂ, ഇന്ന പള്ളിക്ക് കൊടുത്തിട്ടുണ്ട്, AP ഉസ്താദ് നിരപരാധിയാണ് എന്ന് പറഞ്ഞു. ആ കത്തും കൊണ്ട് ബഹുമാനപ്പെട്ടവർ കണ്യത്ത് ഉസ്താദിൻ്റെ അടുത്ത് ചെന്നപ്പോൾ കണ്യത്ത് ഉസ്താദിനെ ബോധ്യപ്പെട്ടു. കണ്യമൂലരും അതുപോലെ ശംസുൽ ഉലമയും കൂടിയിട്ട് മുഷാവറ വിളിച്ചിട്ട് മുഷാവറയിൽ ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ അന്ന് ഇറങ്ങുന്ന ചന്ദ്രികാ പത്രവും അന്നത്തെ മലപ്പുറം കമ്മുവിൻ്റെ മാപ്പിള നാടും അന്നത്തെ കുറേ പത്രങ്ങളൊക്കെ AP ഉസ്താദിനെതിരെ പച്ചമാംസം കടിച്ചു തിന്നുന്നത് കണ്ടപ്പോൾ അത് കേട്ട് മനസ്സിലാക്കിയ മുഷാവറയിൽ ചില ആളുകളൊക്കെയും, മുഷാവറ എന്ന് പറയുമ്പോൾ ഒഫാത്തായി പോയ പല ആളുകളാണ്, പഴയ കാലത്തിൻ്റെ മീസാൻ കല്ലുകൾ ഇങ്ങനെ ഇളക്കുമ്പോൾ പല ഓടും കണ്ടത്തിനൊക്കെ തട്ടും, അതിന് പിന്നെ പറയുന്ന കാര്യമില്ല. ഏതാണെങ്കിലും പ്രശ്നത്തിൻ്റെ കാതലെന്താ വെച്ചാൽ ഈ പറഞ്ഞ ആരോപിക്കപ്പെട്ട ഉസ്താദും ശിഷ്യനും നിൽക്കുന്ന സമയത്ത് ഉസ്താദ് നിൽക്കേ ശിഷ്യൻ്റെ കയ്യിൽ അബ്ദുള്ള കുലൈബ് പൈസ കൊടുത്തു എന്നതിൻ്റെ ഒരു ഈഗോ പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായതിന് കാരണം. ആ കാലത്തെ അതാണ് ഇതിൻ്റെ വിഷയം. അതായത് ഉസ്താദും ശിഷ്യനും നിൽക്കുന്ന സമയത്ത് ഉസ്താദിൻ്റെ കയ്യിൽ കൊടുക്കാതെ ശിഷ്യൻ്റെ കയ്യിൽ, ശിഷ്യനാണ് അതിന് യോഗ്യൻ, അതായത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാഷ് പിന്നെ ഖമറുൽ ഉലമ AP ഉസ്താദാണ് യോഗ്യൻ എന്ന് മനസ്സിലാക്കി കൈക്ക് കൊടുത്തു. അപ്പോൾ ഉസ്താദിന് ചെറിയ ഒരു ബാസൂറിൻ്റെ വേദന ഉണ്ടായി, അതാ പ്രശ്നങ്ങളുണ്ടായത്. അതാ ഇവിടെ വന്നിട്ട് പറഞ്ഞത്. അതിന് ശേഷം അത് കത്തിയോതി അത് ബോധ്യപ്പെട്ട് മുഷാവറയിൽ ഞാനും ഉണ്ടരുത്, അള്ളാഹിൻ്റെ കോപം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവൻ നേരത്തെ പറഞ്ഞ ഉസ്താദാണല്ലോ എന്ന് പറഞ്ഞ അദ്ദേഹം അടക്കം അതിൽ മൗനമായി ഇന്ത്യക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചതാണ്. ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ കൂടെയാണ് ആര്? ഇ.കെ. ഉസ്താദ് ഉള്ളത്.
അതിനുശേഷം എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട സാക്ഷാൽ അബ്ദുള്ള കുലൈബ് തന്നെ കേരളത്തിൽ വരികയും ഈ വിഷയം പരസ്യമായി പറയുകയും ചെയ്തതാണ്. എന്നിട്ടും ആരൊക്കെയോ ഛർദ്ദിച്ചത് വീണ്ടും ഈ കണ്ടൻറ്റിൻ്റെ കുറവ് കാരണം എടുത്ത് വീങ്ങുകയാണ്. പ്രസംഗത്തിൽ അങ്ങനെയുള്ള പ്രസംഗിക്കാനൊരു കണ്ടൻറ് ഇല്ലാത്തതിൻ്റെ കാരണത്താൽ ആരൊക്കെയോ ഛർദ്ദിച്ചത് എടുത്ത് വീങ്ങുകയാണ്. തൊഴിയൂക്കാരൻ കുഞ്ഞമ്മദ് അങ്ങോട്ട് വരട്ടെ അബ്ദുള്ള കുലൈബിൻ്റെ അരീക്കാട് പള്ളിപ്രശ്നം പറഞ്ഞിട്ട്. ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ കൂടെയാണ് EK ഉസ്താദ് ഉള്ളത്. അതുകൊണ്ടാണല്ലോ തിരിച്ചു വരുന്ന സമയത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കള്ളിത്തുണി എടുത്തിട്ട് അന്യവയോഗ്യനായ ശംസുൽ ഉലമ EK ഉസ്താദ് ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ കാത്തു നിന്നത്. അന്നൊരു സ്വീകരണം കൊടുത്തിനു. എനിക്ക് ഓർമ്മയില്ലെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ട്, ഞാൻ എനിക്ക് ഓർമ്മ തരാം. അത് ബഹുമാനപ്പെട്ടവരവിടെ ഉണ്ടായിരുന്നു അല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പെരുമ്പള ഉസ്താദ് പ്രസംഗിച്ചിരുന്നു. എനിക്ക് എന്തോടോ അതിനെപ്പറ്റി വല്ലതും അറിയോ? മാത്രമല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ EK ഉസ്താദിൻ്റെ നിലപാട് EK ഉസ്താദ് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലം CM വലിയുല്ലാഹി അവിടുന്ന് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞു. ഇന്നലെ ഞാനൊരു ക്ലിപ്പ് കിട്ടിയിരുന്നു, അതിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. മടവൂർ കാഫിലക്കാരനുമായി ബന്ധപ്പെട്ട് ഒരു ഉസ്താദ് ചർച്ച ചെയ്യുന്ന സമയത്ത് അയാൾ തന്നെ തുറന്നടിച്ച് പറയുന്നുണ്ട് ആ വിഷയം. എന്ത്? ഞാൻ മോചിപ്പിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി, സാക്ഷാൽ CM വലിയുള്ളാഹി പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ബുദ്ധി ഉണ്ടെങ്കിൽ എന്നോട്, എനിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്. CM വലിയുള്ളാഹി പറഞ്ഞു ആ വിഷയത്തിൽ AP ഉസ്താദ് നിരപരാധിയാണ് എന്ന് പറഞ്ഞാൽ ഈ വീണ്ടും ഈ പറഞ്ഞ അരീക്കാട് പള്ളി പ്രശ്നം കൊണ്ടുവരുമ്പോൾ ഈ CMൻ്റെ ഭാഗത്താണോ അതോ മൂരികളുടെ ഭാഗത്താണോ? മുരി എന്ന് പറഞ്ഞാൽ അക്കാലത്ത് കുത്തുന്ന സാധനങ്ങളായിരുന്നു. 1988, 89 അതിന് പുറത്തുള്ള ആ ഭാഗത്താണോ? ഇതൊന്ന് ആലോചിച്ച് നോക്കുക. സത്യത്തിൽ ഇതൊന്ന് ആദ്യം ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യകാലത്ത് തൊഴിയൂർ കുഞ്ഞമ്മദേ ചിന്തിക്കേണ്ടത് അസം പൂക്കോട്ടൂരും അതുപോലെ തോട്ടുമുക്കം ഇസ്മായിലും ഛർദ്ദിച്ച വിഷയമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും എനിക്ക് സംസാരിക്കാനുണ്ടോ? അപ്പോൾ ഈ ആരോപണങ്ങളിലൊന്നും ചിതറിപ്പോകുന്ന വിഭാഗമല്ല AP വിഭാഗം സുന്നികൾ. കാരണം അത് തീയിൽ മുളച്ചതാണ്, വെയിലത്ത് വാടുകയില്ല എന്ന് മനസ്സിലാക്കണം. ഇത് ആദ്യകാലത്ത് ഇവിടെ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഷേക്കുട്ടിപ്പാപ്പ എന്ന് പറയുന്ന ഷെയ്ത്താനും ഈ പറഞ്ഞ 4 ശിങ്കടികളും തുടങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും പച്ച തോന്നിയാത്തം വിളിച്ച് സുലൈമാൻ ഉസ്താദിനെയും AP ഉസ്താദിനെയും പൊക്കി പറഞ്ഞ് ഇപ്പോൾ ഇങ്ങളെ കള്ളത്തൊരീക്കത്തിന് ഓല കിട്ടുകയില്ല എന്ന് പരസ്യമായി അവർ പറഞ്ഞതോടുകൂടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെ നിങ്ങൾ തോന്നിയാത്തം വിളിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ സംബന്ധിച്ച് പച്ച തോന്നിയാത്തം വിളിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ബുദ്ധിയില്ലായ്മൻ്റെ അങ്ങേയറ്റല്ലേ നിങ്ങൾക്കേ ബുദ്ധിയില്ലായ്മയുള്ളൂ, നാട്ടുകാർക്ക് ബുദ്ധിയുണ്ട്. നിങ്ങൾ ആദ്യത്തെ സംസാരം അവസാനത്തെ സംസാരവും നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഈ ഓന്തിനെ പോലെ നിറം മാറുന്നതും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ തോന്നിയാത്തങ്ങളൊക്കെ കേട്ടാൽ AP ഉസ്താദിനുണ്ട് പ്രതികരിക്കുന്നത്. കാരണം എന്താ? ഈ ഹസൻ എന്ന് പറഞ്ഞ ചങ്ങായിണ്ടല്ലോ പൂക്കോട്ടൂരുള്ള, അവൻ്റെ കൈകൊണ്ട് ചാരായം മുക്കി കൊടുക്കുന്നത് ചാരായം ഞാൻ മുക്കി കൊടുത്തിട്ടുണ്ട് AP ഉസ്താദിന് വരെ പരസ്യമായി പ്രസംഗിച്ച ആൾ ഹസന്. അപ്പോൾ ഈ വെള്ളത്താടിയൊക്കെ വെച്ചുകൊണ്ട് വലിയ തീരെ ദിക്കറിൻ്റെ ജൽസിയിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, തോബ ചൊല്ലിക്കണോ ഇല്ല എന്നുള്ളത് ഓരോ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഓൻ തോബയില്ലോ ഇല്ല എന്നുള്ളത്. ഏതാണെങ്കിലും അടുത്ത കാലത്ത് നമ്മളെ തോട്ടുമുക്കം ഇസ്മായിൽ വന്നിരുന്നു AP ഉസ്താദിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കേട്ടു. ഹസൻ വന്നീനോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും താടിമുടിയൊക്കെ നിരച്ചതല്ലേ അവൻ്റെ, പോയിക്കണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിലും വലിയൊരു ആരോപണം എന്ന് വെച്ച് പറഞ്ഞില്ലല്ലോ. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, ശരിക്ക് ഞാൻ AP ഉസ്താദിന് കള്ളൊക്കെ കൊടുത്തീന ആളാന്നൊക്കെ പറഞ്ഞാളാ. അപ്പോൾ ആ ജനങ്ങൾക്കും തന്നെ ഒരു ഡോസ് കിട്ടുള്ളൂ. എന്താ ചങ്ങ ഈ ഹസൻ അങ്ങനെ പറഞ്ഞല്ലേ? ഹസൻ പറഞ്ഞ വിഷയങ്ങളല്ലേ ചാരിയതുകൊണ്ട് ഇപ്പം ഹസൻ പൂക്കോട്ടൂരിനും അതുപോലെ എൻ്റെ എത്തവൻ്റെ പേര് ഇസ്മായിൽ തോട്ടുമുക്കത്തിനും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർ പറഞ്ഞ ആരോപണങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുക. അതല്ലേ നല്ലത്. അതേ സമയത്ത് മാന്യപരമായി അവരെ കൂട്ടത്തിൽ നിന്ന് പല പ്രഭാഷകന്മാരും അതേ സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KK അബൂബക്കർ അസ്രത്തും അതുപോലെ നാട്ടിക മൂസ മൗലവി അടക്കമുള്ള ആളുകൾ പറഞ്ഞതിന് അത് അക്കത്തിൽ ഏതാണോ വിഷയാവതരണ ശൈലി അതേ ശൈലിയിൽ, പരിഹാസത്തിൻ്റെ ശൈലിയാണെങ്കിൽ പരിഹാസത്തിൻ്റെ മറുപടി, അതല്ല വിഷയാവതരണത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ചാണെങ്കിൽ മറുപടിയുടെ ഗൗരവത്തിനനുസരിച്ചും അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുലൈബിൻ്റെ കത്തും വളരെ വ്യക്തമായി വന്നിട്ടുണ്ട്. സാക്ഷാൽ അബ്ദുള്ള കുലൈബ് തന്നെ ഉടലോടെ വന്ന വിഷയമാണ് ഈ പറയുന്നത്. മനസ്സിലാവുണ്ടോ?
ഒരു മനുഷ്യൻ വന്നിട്ട് ഉടലോടെ വന്നിട്ട് ജീവനോടെ കൂടി വന്നിട്ട് പറയാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിലും വലിയ തെളിവ് പിന്നെ വേറെ അതാണ്.